ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 ദ ഗ്ലിംപ്സസ് ഓഫ് ഫ്രീ ഇന്ത്യ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. അപ്പോൾ രാജ്യമെങ്ങും സന്തോഷത്തിലാണ്, അതായത് സ്വാതന്ത്ര്യം കിട്ടി, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. പക്ഷേ മൗണ്ട് ബാറ്റൺ പ്ലാൻ അനുസരിച്ച് ഇന്ത്യയെ രണ്ടായി വിഭജിച്ചത് എല്ലാവരിലും സങ്കടമുണ്ടാക്കി. അപ്പോൾ ഒരേ സമയം സന്തോഷവും അതുപോലെ തന്നെ സങ്കടവുമുള്ള ഒരു കാര്യമായിരുന്നു അന്ന് സംഭവിച്ചത്. അറ്റ് ലാസ്റ്റ് വി ഗോട്ട് ഇൻഡിപെൻഡൻസ് ഓർ വി ഗോട്ട് ഫ്രീഡം. അവർ കൺട്രി വാസ് ഡിവൈഡഡ് ഇൻടു ടു, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. So our first Independence Day was not a moment of happiness but filled with sorrow. ഇന്ത്യ ആഫ്റ്റർ പാർട്ടീഷൻ. അപ്പോൾ പാർട്ടീഷന് ശേഷമുള്ള ഇന്ത്യയെക്കുറിച്ച് നമുക്ക് നോക്കാം. പാർട്ടീഷന് ശേഷം ആദ്യം ചെയ്തിട്ടുള്ള കാര്യം എന്താണ്? ഇന്ത്യക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലണ്ടനിലുള്ള പ്രഗത്ഭനായ ഒരു വക്കീലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരാണ് സിറിൽ റെഡ്ക്ലിഫ്. അപ്പോൾ സിറിൽ റെഡ്ക്ലിഫിനെ ലണ്ടനിലുള്ള സിറിൽ റെഡ്ക്ലിഫിനായിരുന്നു ആ ഒരു ഉത്തരവാദിത്തം നൽകിയിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു. 5 ആഴ്ച എടുത്തു ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതിന്. അതായത് 1 മാസവും ഒരാഴ്ചയും എടുത്താണ് ഈ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 2 രാജ്യങ്ങളായി മാറി. നമ്മൾ മനസ്സിലാക്കി 2 രാജ്യങ്ങളായി, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇപ്പോൾ പാകിസ്ഥാനിൻ്റെ 2 ഭാഗങ്ങളാണുള്ളത്, വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും. അപ്പോൾ ഇന്ത്യയിലെ കുറേ സ്ഥലങ്ങൾ പാകിസ്ഥാനിലേക്ക് ചേരുകയും അതിനേക്കാളും കൂടുതൽ സ്ഥലങ്ങൾ ഇന്ത്യയുമായി യോജിക്കുകയും ആണ് ചെയ്തത്. അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള 2 രാജ്യങ്ങളാണ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. അങ്ങനെ നമുക്കൊരു ബോർഡർ ലൈൻ കിട്ടുകയാണ്. അപ്പോൾ ആ ബോർഡർ ലൈനിന് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ ബോർഡർ ലൈൻ അറിയപ്പെടുന്നത്, റെഡ്ക്ലിഫ് ലൈൻ. അപ്പോൾ ഈ ഒരു ബോർഡർ ലൈൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ച് യാതൊരു വിവരവും ഒന്നുമില്ലായിരുന്നു. അതായത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, അതായത് ഇന്ത്യ വിസിറ്റ് ചെയ്താൽ ഇന്ത്യയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണ് ഇവിടെ വന്നിട്ട് നമുക്കൊരു ബോർഡർ ലൈൻ സെറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ആ ഒരു ലൈനിനെയാണ് പറയുന്നത് റെഡ്ക്ലിഫ് ലൈൻ. കാരണം അത് പ്രിപ്പയർ ചെയ്തവരാണ് സർ സിറിൽ റെഡ്ക്ലിഫാണ്. Sir Cyril Radcliffe prepared the borderline for the partition of India and Pakistan. He had neither visited India before nor tried to understand the geographical features of the country. Thus, without any prior knowledge about India, he completed the task of making the borderline in just 5 weeks. That is 1 month and 1 week. So it takes 1 month and 1 week for the preparation of India and Pakistan borderline, which came to be known as Radcliffe Line. ബംഗാളും അതുപോലെ പഞ്ചാബുമായിരുന്നു ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ബംഗാളിൻ്റെ ഈസ്റ്റ് പാർട്ട് ഈസ്റ്റ് പാകിസ്ഥാനും പഞ്ചാബിൻ്റെ വെസ്റ്റ് പാർട്ട് പാകിസ്ഥാനിലേക്ക് ലയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗാളിൻ്റെ ഒരു ഭാഗമാണ് ഈസ്റ്റ് പാകിസ്ഥാൻ. പിന്നീട് ആ ഈസ്റ്റ് പാകിസ്ഥാൻ ലിബറേറ്റായി അത് ബംഗ്ലാദേശായി മാറുകയാണ് ചെയ്യുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെ പാർട്ടീഷൻ കഴിഞ്ഞതിന് ശേഷം ബോർഡർ ലൈനൊക്കെ സെറ്റ് ചെയ്തു നമ്മൾ പഠിച്ചു. ഇനി ആ ബോർഡർ ലൈനിന് പറയുന്ന പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, അതായത് റെഡ്ക്ലിഫ് ലൈൻ. അപ്പം ഏതെല്ലാം പ്രദേശങ്ങളാണ് പാകിസ്ഥാനിലേക്ക് ചേർന്നിട്ടുള്ളത് നോക്കാം. അതായത് ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് ഈസ്റ്റ് ബംഗാൾ, അതുപോലെ സിൽഹട്ട്, ആസാമിൻ്റെ ഒരു ഭാഗമാണ് സിൽഹട്ട്. അപ്പോൾ സിൽഹട്ടും ഈസ്റ്റ് ബംഗാളും ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് ചേരുക ചെയ്തത്. ഈ ഈസ്റ്റ് പാകിസ്ഥാനാണ് പിന്നീട് ബംഗ്ലാദേശായി മാറുന്നത്. അപ്പോൾ ഈസ്റ്റ് പാകിസ്ഥാനിൽ വരുന്ന ഏതൊക്കെയാണ്? ഈസ്റ്റ് ബംഗാൾ, അതുപോലെ ആസാമിൻ്റെ പാർട്ടായ സിൽഹട്ട്. അങ്ങനെ പഞ്ചാബിൻ്റെ വെസ്റ്റ് പാർട്ട് വെസ്റ്റ് പാകിസ്ഥാൻ്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഇന്ത്യൻ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബംഗാളിൻ്റെ ഈസ്റ്റേൺ പാർട്ട്, പഞ്ചാബിൻ്റെ വെസ്റ്റേൺ പാർട്ട്, അതുപോലെ സിൽഹട്ട്. ഏതൊക്കെയാണ്? പഞ്ചാബിൻ്റെ വെസ്റ്റേൺ പാർട്ട്, ബംഗാളിൻ്റെ ഈസ്റ്റേൺ പാർട്ട്, സിൽഹട്ട്, ആസാമിൻ്റെ ഭാഗമായ സിൽഹട്ട്. ഇത്രയും ഭാഗങ്ങൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോവുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്നിട്ടുള്ള പ്രോബ്ലം എന്താണ്? ഒരു മൈഗ്രേഷൻ നടക്കുന്നുണ്ട്, അതായത് കുടിയേറ്റം. അപ്പം ഒരു പ്രദേശത്തുള്ള ആൾക്കാർ വേറൊരു ഭാഗത്തേക്ക് മാറുന്നതിനാണ് എന്ത് പറയുന്നത്? മൈഗ്രേഷൻ അഥവാ കുടിയേറ്റം. വെസ്റ്റ് പഞ്ചാബിലുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് മടങ്ങുക ചെയ്യുന്നത്. വെസ്റ്റ് പഞ്ചാബിലുള്ള ഹിന്ദുക്കളും അതുപോലെ സിഖുകാരുമെല്ലാം പാകിസ്ഥാൻ വിട്ട് ഇന്ത്യയിലേക്ക് കുടിയേറുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലേക്ക് അവരും വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മൈഗ്രേഷൻ സ്ലോയിലാണ് നടന്നിട്ടുള്ളത്.
കാരണം 2-3 കാരണങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, 1905 ബംഗാൾ പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഇൻ 1905, അതിൻ്റെ ഫലമായിട്ടുണ്ടായ മൂവ്മെൻറ്റിനെ തുടർന്നുണ്ടായ സെക്യുലർ നാഷണലിസം. അപ്പോൾ അവിടെ ബംഗാളിലൊരു സെക്യുലർ നാഷണലിസം ഫോം ചെയ്തിരുന്നു. കാരണം ബംഗാൾ പാർട്ടീഷനെ തുടർന്ന് ആളുകൾ ഒരു പ്രക്ഷോഭം തന്നെ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള ഒരു സെക്യുലർ നാഷണലിസം പെട്ടെന്നുള്ള ഒരു മൈഗ്രേഷനെ തടഞ്ഞു. അതുപോലെ ലിംഗ്വിസ്റ്റിക് യൂണിറ്റി ഓഫ് ബംഗാൾ, അപ്പോൾ അവിടുത്തെ ഭാഷ എന്താണ്? ബംഗാളി ഭാഷ. അപ്പോൾ ആ ഒരു യൂണിറ്റി അവിടെ ഉണ്ട്, ആ ഒരു യൂണിറ്റിയും തടസ്സമായി നിന്നു. അടുത്തത് അവിടെയുള്ള പുഴയാണ്. ഏതാണ് അവിടെയുള്ള പുഴ? ബ്രഹ്മപുത്ര റിവർ. ദ ബ്രഹ്മപുത്ര റിവർ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്, അതിൽ നിന്ന് വരുന്ന മറ്റ് പുഴകളും എല്ലാം തന്നെ മേക്ക് എ ഹിൻഡ്രൻസ്. സോ ദ ബ്രഹ്മപുത്ര റിവർ, അതുപോലെ ലിംഗ്വിസ്റ്റിക് യൂണിറ്റി ഓഫ് ബംഗാൾ ആൻഡ് സെക്യുലർ നാഷണലിസം ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഹിൻഡർ ദ സ്മൂത്ത് മൈഗ്രേഷൻ. അപ്പോൾ മൈഗ്രേഷൻ അവിടെ സ്മൂത്ത് ആവാതിരിക്കാനുള്ള കാരണങ്ങൾ ഈ 3 എണ്ണമാണ്. അതുപോലെ നമ്മൾ നേരത്തെ പഠിച്ചു, സിൽഹട്ട് പാകിസ്ഥാൻ്റെ ഭാഗമായി മാറി. അതെങ്ങനെയാണ് പാകിസ്ഥാൻ്റെ ഭാഗമായി മാറിയത്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ആസാമിൻ്റെ ഒരു ഭാഗമായിരുന്നു സിൽഹട്ട്. പക്ഷേ ഇത് മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ച് 1947 മൗണ്ട് ബാറ്റൻ പ്ലാൻ അനുസരിച്ച് അവിടെ ഒരു റെഫറാൻഡം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിൽ സിൽഹട്ടിൻ്റെ അധിക പ്രദേശങ്ങളും ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് മാറുകയാണ് ചെയ്തത്. അതിൽ കരീംഗഞ്ച് റീജിയൻ ആസാമിൻ്റെ കൂടെ തന്നെ നിന്നു. അപ്പം ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് ആസാമിൻ്റെ ഒരു ഭാഗമായ സിൽഹട്ട് ചേർന്നു. പക്ഷേ സിൽഹട്ടിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള കരീംഗഞ്ച് റീജിയൻ. അപ്പോൾ 2 തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചിട്ടുള്ളത്. ഒന്ന് ബൗണ്ടറി സെറ്റ് ചെയ്ത കാര്യം, പിന്നെ മൈഗ്രേഷൻ. അപ്പോൾ ഏതെല്ലാം പ്രദേശങ്ങൾ, ഇന്ത്യൻ പ്രൊവിൻസസിൻ്റെ ഏതെല്ലാം പ്രദേശങ്ങളാണ് പാകിസ്ഥാനിലേക്ക് ചേർന്നിട്ടുള്ളത്, അതുപോലെ മൈഗ്രേഷൻ, ബംഗാളിലെ മൈഗ്രേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മൈഗ്രേഷൻ വളരെ സ്ലോ ആയത്, ഈ 2 കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. റോഡ് വികസനമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തടുത്തുള്ള ആളുകളൊക്കെ അകന്നകന്ന് പോകുന്ന ഒരു കാഴ്ച നമ്മളിന്ന് നിത്യവും കാണുന്നതാണ്. അപ്പോൾ അതുപോലെ ഒരു തരം ലോൺലിനെസ്, അങ്ങനെയുള്ളൊരു കാര്യം അക്കാലത്ത് പാർട്ടീഷൻ വഴി ഉണ്ടായി. അപ്പോൾ ആ ഒരു കാര്യം പലരും തങ്ങളുടെ ബുക്കുകളിൽ ആ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്കിവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന ബുക്കിലെ കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അക്കാലത്ത് ആളുകൾ ഉണ്ടായ വേദന നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ പാർട്ടീഷൻ ക്രിയേറ്റഡ് മെനി പ്രോബ്ലംസ്. അപ്പോൾ ഈ ഒരു പാർട്ടീഷൻ മൂലം പല പ്രശ്നങ്ങളും ഉണ്ടായി. അതായത് പാർട്ടീഷൻ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി, അതായത് പാർട്ടീഷന് ശേഷം പല പ്രോബ്ലംസും ഉണ്ടായി. എന്തൊക്കെയാണ്? ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് റെഫ്യൂജീസ് ഫ്ലോഡ് ഫ്രം ഇന്ത്യ ടു പാകിസ്ഥാൻ ആൻഡ് ഫ്രം പാകിസ്ഥാൻ ടു ഇന്ത്യ. അപ്പം 100 കണക്കിന് ആളുകൾ എവിടേക്ക് പോയി? പാകിസ്ഥാനിലേക്ക് പോയി. അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ റെഫ്യൂജീസ് ആണ്, അവിടുന്ന് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറി വരുന്ന റെഫ്യൂജീസ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടുന്ന ഇടം ഒരുക്കി കൊടുക്കണം. നെക്സ്റ്റ് വരുന്നത് എന്താണ്? വൈഡ് സ്പ്രെഡ് വയലൻസ് ടുക്ക് പ്ലേസ് ആൻഡ് ടെൻസ് ഓഫ് തൗസൻഡ്സ് വർ കിൽഡ്. അപ്പോൾ ആളുകൾ ഒരുപാട് പേര് ഈ ഒരു വയലൻസിൽ മരിക്കപ്പെടുക ചെയ്യുന്നത്. കമ്മ്യൂണൽ റയോട്ട്സ് ബ്രോക്ക് ഔട്ട് ഇൻ പ്ലേസസ് ലൈക്ക് കൊൽക്കത്ത, ഡൽഹി ആൻഡ് ലാഹോർ. അപ്പോൾ കമ്മ്യൂണൽ റയോട്ട്സ്, ലഹളകളെല്ലാം തന്നെ, ജാതിപരമായ ലഹളകളെല്ലാം നടക്കുക ചെയ്യുന്നത്. മെനി വിമൻ വേർ ഡിസോണേർഡ്, അതായത് സ്ത്രീകൾ അപമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുട്ടികളും സ്ത്രീകളും ഒരുപാട് പേര് പല പ്രശ്നങ്ങൾക്കും പലരുടെയും അപമര്യാദകൾക്കും become the victims of abduction. So numerous women and children became victims of abduction and many women were dishonored. There broke out communal riots and widespread violence took place. Thousands of refugees flowed from Pakistan to India and from India to Pakistan. So the main problems are the refugees problem, violence, riots and dishonored women and the victims of abductions. അപ്പോൾ ഒരു പാർട്ടീഷൻ നടന്നു കഴിഞ്ഞാൽ നോർമലി ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായി. അപ്പോൾ എവിടെ ഒരു പാർട്ടീഷൻ നടന്നാലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവിടെയും ഉണ്ടായി. അതായത് എന്തായാലും അവിടെ റെഫ്യൂജീസ് ഉണ്ടാവും. അപ്പോൾ ആ റെഫ്യൂജീസ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും വരുന്നത് ആ ഒരു പ്രശ്നം തന്നെയാണ്. ഒരു വലിയ പ്രോബ്ലമാണ്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒതുക്കി കൊടുക്കുക,
എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക, അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു വർഷത്ത് 2-3-4 വർഷം നമുക്ക് ആ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതിൻ്റെ തുടർന്നുള്ള വേറെ പല പ്രശ്നങ്ങളുമാണ് വൈഡ് സ്പ്രെഡ് വയലൻസ്. ഇപ്പോൾ രാജ്യം മുഴുവൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വയലൻസ് ഒക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ജാതിപരമായ ലഹളകൾ, കമ്മ്യൂണൽ റയോട്ട്സ് പല ഭാഗത്തും കൊൽക്കത്ത, ഡൽഹി, ലാഹോർ മുതലായ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായി. സ്ത്രീകളെല്ലാം അപമാനിക്കപ്പെട്ടു. മെനി വുമൻസ് were dishonored. അതുപോലെ സ്ത്രീകൾ മാത്രമല്ല കുട്ടികളും അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം തന്നെ ഇരയാവുകയാണ് ചെയ്യുന്നത്. ന്യൂമറസ് വിമൻ ആൻഡ് ചിൽഡ്രൻ became victims of abduction. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആ ഒരു സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നടക്കുന്നതിനിടയ്ക്കാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന രാഷ്ട്രപിതാവായ ഗാന്ധിജിക്ക് വെടിയേൽക്കുന്നത്. അപ്പോൾ ഇവിടെ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഒരു കമ്മ്യൂണലിസ്റ്റ് ജനുവരി 30, 1948 അദ്ദേഹത്തെ വെടിവെക്കുകയാണ് ചെയ്യുന്നത്. സോ അവർ ലീഡർ, അവർ ഫ്രീഡം ഫൈറ്റർ ആൻഡ് ദി ഫാദർ ഓഫ് ദി നേഷൻ was shot dead by Nathuram Vinayak Godse, a communalist, on January 30, 1948 at the courtyard of Birla House in New Delhi. അപ്പോൾ ആ ഒരു ദിവസം എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന ഒരു ദിവസമാണ് ജനുവരി 30. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ അവർ നേഷൻ. നമ്മുടെ രാഷ്ട്രം ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷമുണ്ടായ ചാലഞ്ചസ്, എന്തെല്ലാം വെല്ലുവിളികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ഒന്ന്, നമുക്കറിയാം റെഫ്യൂജീസിൻ്റെ പ്രോബ്ലം വലിയൊരു പ്രോബ്ലം തന്നെയായിരുന്നു. അവരുടെ പുനരധിവാസം, റീഹാബിലിറ്റേഷൻ, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന ആവാസ വ്യവസ്ഥകളൊക്കെ തയ്യാറാക്കി കൊടുക്കുക. സോ ദാറ്റ് ഇസ് ദ റീഹാബിലിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ്. നമുക്കറിയാം ഒരു വയനാട്ടിലെ പ്രശ്നങ്ങളൊക്കെ, അപ്പോൾ അവിടെ ആളുകൾക്ക് നഷ്ടപ്പെട്ട സമയത്ത് ഗവൺമെൻറ്റിന് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് അന്ന് ഈ ഒരു സമയത്തും 1947 നമുക്ക് ചെയ്യേണ്ടി വന്നിരുന്നത്, റീഹാബിലിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ്. സോ ദ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, അതായത് രാജാക്കന്മാരുടെ ഭരണ പ്രദേശങ്ങൾ. അപ്പോൾ ആ ഒരു പ്രദേശങ്ങളെല്ലാം തന്നെ ഒന്നിച്ച് ഏകീകരിച്ച് കൊണ്ടുപോവുക. ഒരുപാട് നാട്ടുരാജ്യങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുക, അതൊരു വലിയ പ്രോബ്ലം തന്നെയായിരുന്നു. ദെൻ ഇൻകോപ്പറേഷൻ ഓഫ് പോർച്ചുഗീസ് ആൻഡ് ഫ്രഞ്ച് ടെറിട്ടറീസ്. ഇപ്പോൾ ചില പ്രദേശങ്ങളെല്ലാം പോർച്ചുഗീസ് ഫ്രഞ്ച് അധീനതയിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രദേശങ്ങളെല്ലാം അവർ വിട്ടുതരാതെ നിൽക്കുക, അതും ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. സോ ദ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇസ് ദ അനദർ പ്രോബ്ലം വി ഫേസ്ഡ് അറ്റ് ദാറ്റ് ടൈം. ഇറ്റ്സ് ഓൺ എ ലിംഗ്വിസ്റ്റിക് ബേസിസ്. ഇപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളെ ഓർഗനൈസ് ചെയ്യുക, അതും ഒരു പ്രോബ്ലം തന്നെയായിരുന്നു. ഭാഷാ അടിസ്ഥാനത്തിലാണല്ലോ എല്ലാ സ്റ്റേറ്റുകളും ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ us ടു ഓർഗനൈസ് സ്റ്റേറ്റ്സ്. സ്ട്രെങ്തനിങ് ദ ഇന്ത്യൻ ഇക്കോണമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുക. അപ്പോൾ അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ എന്തെല്ലാമാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക, അത് പ്രാവർത്തികമാക്കുക. സോ ദാറ്റ് ഇസ് ദ അനദർ ചാലഞ്ച് വി ഫേസ്ഡ് അറ്റ് ദാറ്റ് ടൈം. ഇപ്പോൾ നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ, പുതിയൊരു സ്ഥലത്ത് പോയി നിൽക്കുകയാണെങ്കിൽ അടുത്തുള്ള വീട്ടുകാരെ കുറിച്ചിട്ടില്ല അല്ലെങ്കിൽ അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാവണം. ആ രീതിയിൽ ഒരു നേഷൻ എന്ന രീതിയിലും ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഫോറിൻ പോളിസി ഫോർമുലേറ്റ് ചെയ്യുക, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ളൊരു അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ളൊരു നയം, അവരുമായിട്ടുള്ള നിലപാട് ഫോം ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന് ഇൻഡിപെൻഡൻ്റ് ആയ സമയത്ത് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ചാലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ, അവർ നേരിടേണ്ടി വന്ന കാര്യങ്ങൾ. നെക്സ്റ്റ്, റീഹാബിലിറ്റേഷൻ ഓഫ് റെഫ്യൂജീസ്. അപ്പോൾ നമുക്കിത് ഓരോന്നും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ 6 മില്യൺ പീപ്പിളാണ് പാകിസ്ഥാനിൽ, ഏകദേശം 6 മില്യൺ കൂടുതൽ ആളുകളാണ് പാകിസ്ഥാനിൽ നിന്നും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഗവൺമെൻറ് വേണ്ടുന്ന ആക്ഷനൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 1951 ആയപ്പോഴത്തേക്കും വെസ്റ്റ് പാകിസ്ഥാനിൽ നിന്നും വന്നിട്ടുള്ള ആളുകളുടെ ഈ ഒരു പ്രശ്നം നമ്മൾ പരിഹരിക്കുക ചെയ്തത്. അപ്പോൾ 1947 മുതൽ 48, 49, 50, 51, അപ്പോൾ 3-4 വർഷങ്ങൾക്കിടയിൽ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. സോ വി കംപ്ലീറ്റ്ലി റിസോൾവ് ദ ക്രൈസിസ് ഫ്രം വെസ്റ്റ് പാകിസ്ഥാൻ. ഇനി ഈസ്റ്റ് പാകിസ്ഥാനിൽ കമ്പയർ ചെയ്ത് വളരെ ഇത്രയധികം പ്രശ്നങ്ങളും ക്രൈസിസും ഒന്നും ഉണ്ടായിരുന്നില്ല.
പിന്നീട് 1971 ആയപ്പോഴത്തേക്കും ഈസ്റ്റ് പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതായത് 6 മില്യണിൽ മുകളിൽ ആളുകളാണ് റീഹാബിലിറ്റേഷന് അന്ന് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. ഗവൺമെൻറ് അതിന് വേണ്ടുന്ന സ്റ്റെപ്സ് ഒക്കെ എടുത്തു. വെസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ള ആ പ്രശ്നം നമ്മൾ 1951 ആകുമ്പോഴത്തേക്കും സോൾവ് ചെയ്തു. ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള പ്രശ്നങ്ങളും വളരെ കുറവായിരുന്നു. പക്ഷേ പിന്നീട് 1971 ആകുമ്പോഴത്തേക്കും അവിടെ ഒരു പുതിയൊരു നേഷൻ തന്നെ ഫോം ചെയ്തു, ബംഗ്ലാദേശ്. അപ്പോൾ പിന്നെ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ റീഹാബിലിറ്റേഷൻ്റെ കാര്യത്തിൽ നമ്മളെ പ്രോബ്ലം ഏകദേശമൊക്കെ നമ്മൾ 1951 ആകുമ്പോഴത്തേക്കും സോൾവ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ രണ്ടാമത്തെ പോയിന്റാണ്, രണ്ടാമത്തെ ചാലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. പ്രിൻസ്ലി സ്റ്റേറ്റ്സുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അത് ഏത് പ്ലാൻ അനുസരിച്ച് അല്ലെങ്കിൽ ഏത് ആക്ട് അനുസരിച്ചിട്ടാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947 അനുസരിച്ചിട്ടാണ് 565 പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആസ് പെർ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഓഫ് 1947, 565 princely states in India had the authority to join either independent India or Pakistan or to remain as independent states. ഒന്നുകിൽ അവർ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ആയി മാറുക, അല്ലെങ്കിൽ ഇന്ത്യയുമായി ചേരുക, അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ചേരുക. അതായിരുന്നു 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അപ്പോൾ നമുക്കതൊരു ചാലഞ്ച് തന്നെയായിരുന്നു, രാഷ്ട്രങ്ങളെ പല പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയും ഒന്നിച്ചാക്കുക എന്നുള്ളത്. ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തത് ഒരു ടീം ഓഫ് മെമ്പേഴ്സ് ആയിരുന്നു. ദിസ് മിഷൻ വാസ് സക്സസ്ഫുള്ളി അക്കംപ്ലിഷ്ഡ് ബൈ എ ടീം ലെഡ് ബൈ സർദാർ വല്ലഭായ് പട്ടേൽ, ദ ദെൻ ഹോം മിനിസ്റ്റർ. അന്നത്തെ ഹോം മിനിസ്റ്റർ ആയിരുന്ന ആഭ്യന്തരമന്ത്രി ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിനായിരുന്നു അതിൻ്റെ ആ ഒരു മിഷൻ്റെ ലീഡർഷിപ്പ്. അദ്ദേഹമാണത് നയിച്ചിരുന്നത്. അതിൽ മറ്റുള്ള മെമ്പേഴ്സ് ആൻഡ് VP മേനോൻ, ദ സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം സർദാർ വല്ലഭായ് പട്ടേൽ, VP മേനോൻ അടങ്ങുന്ന ഒരു ടീമാണ് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ദേ ഇൻവൈറ്റഡ് ഓൾ ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ടു സൈൻ ദ instrument of accession and join the Indian Union. However, the rulers of the princely states of Junagadh, Kashmir, Travancore and Hyderabad refused to join the Indian Union. അപ്പോൾ കുറച്ച് പ്രദേശങ്ങളൊക്കെ അതിൽ ജോയിൻ ചെയ്യുന്നതിന് നിരസിച്ചു നിന്നു. അവർ അതിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. ആ ഒരു ആക്ട് അനുസരിച്ച് ഇന്ത്യൻ യൂണിയനിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ വേറൊരു ഇൻഡിപെൻഡൻറ്റ് നേഷനാവും, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ വിട്ടുനിന്നു. ദീസ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് വെർ ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു ദ ഇന്ത്യൻ യൂണിയൻ ത്രൂ കൺസിലേഷൻ ടോക്സ് ആൻഡ് മിലിറ്ററി ആക്ഷൻ. അപ്പം വേണ്ടുന്ന ഫോഴ്സ് ഉപയോഗിച്ചിട്ടും ചർച്ചകളിലൂടെയും ഈ പ്രദേശങ്ങളെ ഇന്ത്യയുടെ ഭാഗമാക്കുകയാണ് ചെയ്യുന്നത്. ദ റൂളേഴ്സ് ഓഫ് ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ദാറ്റ് acceded to the Indian Union were granted privy purses. Privy purses എന്താണെന്ന് നോക്കാം. Privy purses, a part of the integration into the Indian Union, the government of India signed certain agreement with the rulers of the princely states. അപ്പം ഇന്ത്യൻ റൂളേഴ്സുമായിട്ടുള്ള ഒരു കരാറാണത്, പ്രിവി പേഴ്സ്. ഫോളോയിങ് ദിസ് ദ റൂളേഴ്സ് ലോസ്റ്റ് ദെയർ പവർ ആൻഡ് ഇൻകം. അപ്പോൾ അതിനെ തുടർന്ന് ഇവർക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? ഈ റൂളേഴ്സിനെ, അവിടെയുള്ള ഭരണാധികാരികൾക്ക് അവരുടെ പവർ, ഇൻകം എല്ലാം കുറയാണ്, ഇല്ലാതാവുക ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട്, അതിന് നഷ്ടപരിഹാരമായിട്ട് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ എയ്ഡ് വാസ് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ്. ഒരു സംഖ്യ നൽകാൻ, ഒരു എമൗണ്ട് നൽകാൻ, പണം നൽകാൻ ഗവൺമെൻറ് തയ്യാറാവുകയാണ് ചെയ്യുന്നത്. ടു ദ റൂളിംഗ് ഫാമിലീസ് ഓഫ് ദീസ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അപ്പോൾ ആ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഭരിച്ചിരുന്ന ഫാമിലീസിന് ഒരു എമൗണ്ട് ഗവൺമെൻറ് നൽകാൻ തീരുമാനിച്ചു. അതാണ് പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. ദിസ് മെയ്ഡ് എ ഹ്യൂജ് ഫിനാൻഷ്യൽ ബേർഡൻ ടു ദ ഗവൺമെൻറ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ്റിന് ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരികയാണ് ചെയ്യുന്നത്, ബേർഡൻ വരികയാണ്, വലിയൊരു ഭാരം തന്നെ ഗവൺമെൻറ്റിൻ്റെ തലയിൽ ഉണ്ടാവുക ചെയ്യുന്നത്. ഇൻ 1971, ഡ്യൂറിംഗ് ദ tenure of Indira Gandhi as the Prime Minister, the provision of the privy purse was abolished under the 26th Amendment of the Constitution. അപ്പോൾ ഭരണഘടനയുടെ 26ാമത്തെ ഭേദഗതി അനുസരിച്ച് 1971 ഭരിച്ച ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രൈം മിനിസ്റ്റർ, ഈ ഒരു പ്രിവി പേഴ്സ് എന്നുള്ള കാര്യം നിർത്തലാക്കുക ചെയ്യുന്നത്. അപ്പോൾ പ്രിവി പേഴ്സ് അതോടുകൂടി 1971 ആയതോടുകൂടി നിർത്തലാക്കപ്പെട്ടു. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു ഭാഗത്ത്, പാർട്ട് 1 ഭാഗത്ത് ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അതായത് പാർട്ടീഷൻ നടത്തിയതിന് ശേഷം എന്തെല്ലാം മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. പ്രധാനപ്പെട്ട മാറ്റം നമ്മൾ പഠിച്ചു. ബോർഡർ ലൈൻ സെറ്റ് ചെയ്തു. അതിനുശേഷം
ഏതെല്ലാം സ്ഥലങ്ങളാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടത്, പിന്നെ മൈഗ്രേഷൻ സ്ലോ ആവാനുള്ള കാരണം എന്താണ്, പാർട്ടീഷനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം പ്രോബ്ലംസ് ആണ് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത്, എന്തെല്ലാം ചാലഞ്ചസ് ആണ് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. അതിൽ പ്രധാനപ്പെട്ട 2 പോയിൻറ്റ്സിൻ്റെ കാര്യങ്ങളാണ്, അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഒരു ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ ആഫ്റ്റർ പാർട്ടീഷൻ. അപ്പോൾ അതിൻ്റെ 2 പോയിൻറ്റ്സോടുകൂടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പം നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ആവർത്തിച്ച് കേട്ട് എഴുതി പഠിക്കുക, ഓർത്ത് പഠിക്കുക, പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വെക്കുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.